വരുത്തുപോക്ക് കണ്ട പന്തല്ലൂരിലെ മഷഹൂറിന് ഒരു കഥ പറയാനുണ്ട്. വരുത്തുപോക്കുകൾ സുലഭമായ ഒരു ഗ്രാമത്തായിരുന്നു എൻ്റെ ഈ സുഹൃത്ത്, അതായത് എൻ്റെ ഈ ഫോളോവറായ മഷഹൂർ താമസിച്ചിരുന്നത്. എല്ലാവരും വിശ്വസിക്കുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മഷഹൂറും വിശ്വസിച്ചിരുന്നു. എന്നാൽ നമ്മുടെ മുന്നിലേക്ക് യാദൃശ്ചികമായി എത്തുന്ന ഈ സമയത്താണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമായി കാണുന്നത്. അതുപോലെ തന്നെയായിരുന്നു മഷഹൂറും അന്ന് രാത്രി ആ കാഴ്ച കണ്ടത്. ആ കാഴ്ചയിലേക്ക് പോകാം. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ കഥ പറയാം. എൻ്റെ ഈ ഫോളോവർ ഒരു ഉദ്യോഗാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് ഉറങ്ങാനാണ് പതിവ്. എന്നാൽ അന്നത്തെ രാത്രി മഷഹൂറിന് അങ്ങനെ ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ചിന്തയിലായിരുന്നു. കയ്യിലെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് അവൻ എടുത്തു നോക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും റീൽസ് കാണുന്ന ആ ഒരു തിരക്കിലായിരുന്നു അവൻ. അങ്ങനെ റീൽസ് കാണുന്നത് അവൻ്റെ വീട്ടിൽ അവൻ്റെ പാരൻസിന് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഷഹൂറിൻ്റെ അച്ഛൻ വന്ന് മഷഹൂറിനെ വഴക്ക് പറയുമായിരുന്നു. നമ്മളെയൊക്കെ വഴക്ക് പറയുന്നത് പോലെ തന്നെ ഫോൺ എടുത്ത് വെച്ച് കിടക്കാൻ നോക്ക്, രാവിലെ ജോലിക്ക് പോവേണ്ടതല്ലേ എന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മഷഹൂറിൻ്റെ മുറിയിൽ വന്ന് പറയുമായിരുന്നു. മഷഹൂറിൻ്റെ മുറിക്ക് വാതിലില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഫോണിൻ്റെ ശബ്ദം കേട്ടോ അല്ലെങ്കിൽ ഫോണിൻ്റെ വെളിച്ചം കേട്ടോ അവൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്തേക്ക് വന്ന് പറയാറുണ്ടായിരുന്നു, എന്ത് ഫോൺ എടുത്ത് വെച്ച് കിടക്കാൻ നോക്ക്. അങ്ങനെ അദ്ദേഹത്തിന് രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് അവനെ എത്തി നോക്കുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് രാത്രി അധിക സമയം ഫോണിൽ കളിക്കുന്നതിന് ശാസിക്കാറായിരുന്നു മഷഹൂറിൻ്റെ പിതാവിൻ്റെ എപ്പോഴുമുള്ള ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്ന സമയത്ത് ഉടനെ തന്നെ അവൻ മൊബൈൽ മാറ്റി ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു രാത്രിയായിരുന്നു മഷഹൂറിന് ആ ഒരു കാഴ്ച സമ്മാനിച്ചത്. അന്നൊരു നിലാവുള്ള രാത്രിയായിരുന്നു. അത്യാവശ്യം ഒരു പൗർണമി നിറഞ്ഞ അമാവാസി ദിവസമായിരുന്നു. അന്നത്തെ ദിവസം അമ്പലത്തിൽ നിന്നും വരുത്തുപോക്ക് നടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. എന്നാൽ അന്ന് രാത്രി മഷഹൂർ കണ്ട വരുത്തുപോക്ക് എന്ന സങ്കല്പം ഇങ്ങനെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, വരുത്തുപോക്ക്, എതിർപോക്ക് എന്നിങ്ങനെയുള്ള ഒരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ വരുത്തുപോക്കെന്ന് പറയും, ചിലയിടങ്ങളിൽ അത് എതിർപോക്കെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അത് ദേവീദേവന്മാരുടെ പോക്കാണെന്ന് പറയും. അങ്ങനെ ചില അമ്പലങ്ങളുള്ള വീടിനരികിൽ നിന്നാണ് എപ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നത്. വല്ല ഇടവഴികളിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പറമ്പുകളിൽ വെച്ചോ അങ്ങനെയൊക്കെ. ഈ വരുത്തുപോക്ക് നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് തടസ്സമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന കുറയുന്നത് കൊണ്ടൊക്കെയാവാം അദ്ദേഹത്തിനും ഇതുപോലെയൊരു അനുഭവം ഉണ്ടായത്. അന്നത്തെ രാത്രി അവൻ കണ്ട അനുഭവം ഇങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഷഹൂറിൻ്റെ ഉപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവനെ എത്തി നോക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവൻ ഈ കാഴ്ച കാണുന്നതിന് 10 മിനിറ്റ് മുന്നേ വരെ അവൻ്റെ ഉപ്പ 2 3 പ്രാവശ്യം ആ മുറിയിലേക്ക് വന്ന് അവനെ ശാസിച്ച് മടങ്ങിപ്പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ കൂടി വന്നാലും സ്വാഭാവികമായും മഷഹൂർ അത് അവൻ്റെ ഉപ്പയാണെന്ന് മാത്രമേ കരുതുകയുള്ളൂ. എന്നാൽ പിന്നീട് അവനരികിലേക്ക് വന്നത് അവൻ്റെ ഉപ്പയായിരുന്നില്ല, അതൊരു നിഴൽ രൂപമായിരുന്നു. അവന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നിഴൽ രൂപം. അങ്ങനെ ആ നിഴൽ രൂപം അവിടെ വന്ന് നിൽക്കുമ്പോഴായിരുന്നു മഷഹൂർ പെട്ടെന്ന് കയ്യിലെ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചത്. എന്നിട്ട് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. എന്നാൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഉപ്പയാണെങ്കിൽ അത് മടങ്ങിപ്പോവാറാണ് പതിവ്. എന്നാൽ അവൻ ഒളിപ്പിച്ചു വെച്ച് കണ്ണടച്ച് കിടക്കുന്ന ആ സമയത്ത് ചില ഒളി കണ്ണോടെ ആ രൂപത്തിൻ്റെ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അപ്പോഴും ആ രൂപം അവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ ആ രൂപം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ആ രൂപം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മഷഹൂറിന് എന്തോ ഒരു വിചിത്രമായ ഒരു കാഴ്ച പോലെ തോന്നിയത് കൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ അവൻ്റെ ഉപ്പയെ വിളിച്ചു. ഉപ്പ, നിങ്ങൾ എന്താണ് അവിടെ നിൽക്കുന്നത്? അങ്ങനെയുള്ള ഒരു സംഭാഷണം അവിടെ ഉണ്ടായി. എന്നാൽ ആ ഒരു സംഭാഷണത്തിന് അവൻ്റെ ഉപ്പ അല്ലെങ്കിൽ ആ ഒരു രൂപം
ഒരു മറുപടിയും നൽകിയില്ല. അതുതന്നെയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പേടിപ്പെടുത്തിയ ആ ഒരു കാഴ്ച. എന്നാൽ പെട്ടെന്ന് അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന ആ സമയത്ത് അവൻ്റെ കൺമുന്നിൽ നിന്നും ആ ഒരു രൂപം മറഞ്ഞുപോയി. അതിനുശേഷം ആ സമയത്ത് അവൻ ആരെയും തന്നെ വിളിക്കാൻ ശ്രമിച്ചില്ല. ഒരുപക്ഷെ അതവൻ്റെ തോന്നലാവാം എന്നൊക്കെ കരുതി പെട്ടെന്ന് വീണ്ടും അവൻ കിടക്കയിൽ കിടക്കാനിരുന്നു. അപ്പോഴായിരുന്നു അവനൊരു മൂത്രശങ്ക. എന്നാൽ വീടിനുള്ളിലോ മുറികളിലോ ബാത്റൂം ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവന് പുറത്തേക്ക് ഇറങ്ങി വേണമായിരുന്നു അവന് ബാത്റൂമിലേക്ക് പോകാൻ. അങ്ങനെ അടുക്കള ഭാഗത്തെ വാതിലൊക്കെ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി മൂത്രമൊഴിച്ച് തിരിച്ചു വരുമ്പോഴായിരുന്നു അവൻ ആ വിചിത്രമായ കാഴ്ച കണ്ടത്. അവൻ്റെ വീടിനടുത്ത് നിന്നും അത് ഒരു കറുത്ത രൂപം. ആ കറുത്ത രൂപം ഒരു പ്രകാശം പോലെ. മഷഹൂർ എന്നോട് പറഞ്ഞ കഥയിൽ അവൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു ജെല്ലി ഫിഷ് കടലിൽ നീങ്ങുന്നത് പോലെ അതിങ്ങനെ താളം തഴുകി ആ വീടിനടുത്തേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു. അത് കണ്ട ഉടനെ തന്നെ എൻ്റെ ഈ സുഹൃത്ത് വളരെയധികം പേടിച്ച് വീടിനകത്തേക്ക് ഓടി. അടുക്കളവാതിൽ ധൃതിയിലടച്ച് അവൻ വീണ്ടും അവൻ്റെ മുറിയിൽ വന്നിരുന്നു. എന്നിട്ട് ആ മുറിക്ക് വാതിലില്ലാത്തതിനെ അവൻ ഒരുപാട് ശപിച്ചു. അങ്ങനെ അവൻ വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോഴായിരുന്നു അവന് അവൻ്റെ മുറിയിൽ പലയിടങ്ങളിലായി ഒരു രൂപമില്ലാത്ത തല മാത്രം അവിടെ ഇവിടെയൊക്കെയായി അവന് കാണാൻ സാധിച്ചത്. പെട്ടെന്ന് അവൻ ലൈറ്റ് ഇടാൻ നോക്കുന്ന സമയത്ത് ആ വീട്ടിലെ ലൈറ്റ്സ് ഒന്നും ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് മുറിയിൽ നിന്നും ഹാളിലേക്ക് വന്ന സമയത്താണ് ആ ഹാളിൽ മുഴുവൻ ആരൊക്കെയോ നടന്ന് പെരുമാറുന്ന തരത്തിലുള്ള ചില വിചിത്ര ശബ്ദങ്ങൾ കേട്ടത്. അതിൻ്റെ കൂടെ പല ഭാഗങ്ങളിലും അവൻ തിരിഞ്ഞു നോക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു തല മാത്രം അവൻ കണ്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം പേടിച്ച് നിലവിളിച്ച മഷഹൂറിനെ അവൻ്റെ ഉപ്പയും ഉമ്മയും വന്ന് കോരിയെടുത്തു. അതിനുശേഷം മഷഹൂർ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ തൊട്ടടുത്തുള്ള ഒരു മതപുരോഹിതൻ്റെ അടുത്തേക്ക് ചെന്ന് ഇതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് മതപുരോഹിതൻ പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു. വരുത്തുപോക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ആ സ്ഥലത്ത് വീട് വെക്കുന്ന സമയത്ത് ഈ വരുത്തു പോകാൻ എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ ആ വീട്ടിലുള്ളവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് പതിവാണ്. അത് ഈ നാട്ടിൽ പലയിടങ്ങളിലും പലരും കണ്ടതായും പറയുന്നു. അതിന് ചില പ്രതിവിധികളൊക്കെ അദ്ദേഹം നൽകുകയുമുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു അവരുടെ വീടിൽ ഈ വരുത്തു പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കുക എന്നത്. നമ്മൾ പണ്ടുകാലത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ ഒരു ത്രികോണാകൃതിയിലോ അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയിലോ ചില ദ്വാരങ്ങൾ. അത്തരത്തിലുള്ള ദ്വാരങ്ങൾ വീടിൻ്റെ പല ഭാഗങ്ങളിലും നൽകാൻ വേണ്ടി ആ മതപുരോഹിതൻ നിർദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മഷഹൂറും കുടുംബവും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തു വച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ആ കാഴ്ചയിൽ നിന്നോ ആ അനുഭവത്തിൽ നിന്നോ മഷഹൂറിന് ഒരു മുക്തി ഉണ്ടായിട്ടില്ല. അതിനുശേഷം എല്ലാ രാത്രികളിലും മഷഹൂറിന് ഇതേ അനുഭവം ഇതേ കാഴ്ചകൾ അവന് തികട്ടി വരാൻ തുടങ്ങി. അതിനുശേഷം ഏകദേശം 2 വർഷം കാലത്തോളം അവൻ്റെ മുറിയിലെ വിളക്ക് അവൻ രാത്രി അണയ്ക്കാറുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭയമായിരുന്നു. പിന്നീട് 2 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് അവൻ മുറിയിലെ വിളക്കണച്ചതും പിന്നീട് അവൻ്റെ മുറിക്കൊരു വാതിൽ അവൻ്റെ ഉപ്പ വെച്ചു കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷവും മഷഹൂർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസവും കടുത്തത് കാരണം അദ്ദേഹത്തിന് പിന്നീട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും കാണേണ്ടി വന്നിട്ടില്ല. അതുമാത്രമല്ല, ആ മതപുരോഹിതൻ പറഞ്ഞ പോലുള്ള ചില പൊടിക്കൈകൾ ആ വീട്ടിലെ പല ഭാഗങ്ങളിലും അവർ ചെയ്തിരുന്നു പോലും. ഈ കഥ എൻ്റെ ഈ ഫോളോവർ മഷഹൂർ പറഞ്ഞു തന്ന ഒരു കഥയാണ്. മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ എന്ന പ്രദേശത്ത് നിന്നാണ് മഷഹൂർ എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്നാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ നമുക്കെല്ലാം കെട്ടുകഥകൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്.